സംസ്ഥാനത്ത് 26 വരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുമെന്ന് IMD ഡയറക്ടർ നീത കെ ഗോപാൽ. 27ഓടെ വേനൽ മഴ ലഭിച്ചു തുടങ്ങും. വേനൽ മഴ മെയ് മാസം അളവിൽ കൂടുതലായി ലഭിക്കുമെന്നും നീത കെ ഗോപാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതോടെ ചൂടിന് ആശ്വാസമാകുമെന്നും നിലവിലുള്ള താപനില റെഡ് അലേർട്ടിലേക്ക് കടക്കില്ലെന്നും IMD ഡയറക്ടർ വ്യക്തമാക്കി. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസാണ് ഇതുവരെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില. കേരളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് ഈ താപനിലയ്ക്കപ്പുറം കടക്കില്ലെന്നും റെഡ് അലർട്ടിലേക്ക് എത്താൻ സാധ്യതയില്ലെന്നും IMD ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. വരുന്ന 27-ന് തുടങ്ങുന്ന വേനൽ മഴ മെയ് പകുതിയാകുന്നതോടെ കൂടുതൽ അളവിൽ ലഭിച്ചേക്കുമെന്നും IMD ഡയറക്ടർ വ്യക്തമാക്കി. ഉഷ്ണതരംഗ സാധ്യത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന താപനിലയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അത് പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലാണ് നമ്മൾ ഈ ഉയർന്ന താപനില പ്രതീക്ഷിക്കുന്നത്. 27 തൊട്ട് മഴ തുടങ്ങുമെന്നുള്ളതുകൊണ്ട് താപനിലയെ നമ്മൾ അതൊന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കും. അപ്പോൾ അതിനുശേഷം താപനില മുന്നറിയിപ്പുകൾ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് വിലയിരുത്തി വേണമെങ്കിൽ അത് തുടരുള്ളൂ. അല്ലെങ്കിൽ 27-ാം തീയതി മുതൽ മഴ വരുന്നുണ്ടെന്നുള്ളതൊരു ഇപ്പോഴൊരു ആശ്വാസമായിട്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിലവിൽ വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ്. തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. നാളെ താപനിലയിൽ നേരിയ വ്യത്യാസമുണ്ടാകുമെങ്കിലും സമാനമായി ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാതം, നിർജ്ജലീകരണം എന്നിവ തടയാൻ പൊതുജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വേനൽ മഴ വേണ്ടയളവിൽ ലഭിക്കാത്തതാണ് നിലവിലെ കൊടും ചൂടിന് കാരണം. മെയ് മാസത്തിൽ സജീവമാകുന്ന വേനൽ മഴയ്ക്ക് പിന്നാലെ എത്തുന്ന കാലവർഷവും കേരളത്തെ വീണ്ടും തണുപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.